പ്രിയ പ്രേക്ഷകർക്ക് സൗദി ടിപ്പ് ചാനലിലേക്ക് സ്വാഗതം. എയർപോർട്ടുകൾ സൗജന്യമായി ലോഞ്ച് ആക്സസ് ലഭിക്കാൻ വേണ്ടി മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ടിഗ്മോ ഡിജിറ്റൽ വാലറ്റ് നൽകുന്ന മാസ്റ്റർ കാർഡ് എങ്ങനെ ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതും നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ വീഡിയോ കാണാത്തവർക്ക് വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ടിഗ്മോ നൽകുന്ന മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചാൽ സൗദി അറേബ്യയിൽ ജിദ്ദയിലെ നോർത്ത് എയർപോർട്ടിൽ മാത്രമാണ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ലഭിക്കുകയുള്ളൂ. എന്നാൽ SNB പുതുതായി പുറത്തിറക്കിയിട്ടുള്ള നിയോ ഡിജിറ്റൽ വാലറ്റ് നൽകുന്ന മാസ്റ്റർ കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലെ ഒട്ടുമിക്ക എയർപോർട്ടുകളിലും, അതായത് ജിദ്ദ, റിയാദ്, ദമ്മാം, മദീന തുടങ്ങിയ എയർപോർട്ടുകളിലും, അതിന് പുറമെ നാട്ടിലെ കാലിക്കറ്റ് എയർപോർട്ട്, കൊച്ചി എയർപോർട്ട് തുടങ്ങിയ എയർപോർട്ടിലെല്ലാം തന്നെ ലോഞ്ച് ആക്സസ് ഫ്രീ ആയി കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ നിയോയുടെ മാസ്റ്റർ കാർഡ് എങ്ങനെ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലെ ലോഞ്ച് ആക്സസിൽ ഫ്രീ ആയി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവരെ നിയോ രജിസ്റ്റർ ചെയ്യാത്തവർ ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള നിയോ റെഫറൽ ലിങ്ക് വഴി നിയോ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കുന്ന റെഫറൽ കോഡ് നൽകിക്കൊണ്ട് നിയോ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 റിയാൽ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. പോയിൻ്റ് ആയിട്ടാണ് 20 റിയാൽ നമുക്ക് ലഭിക്കുക. നമുക്ക് പിന്നീട് അത് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നാക്കി വെച്ചാൽ ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷനിൽ നിയോയുടെ മാസ്റ്റർ കാർഡ് ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ടിഗ്മോയുടെ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ കാർഡ് ആഡ് ചെയ്തവർക്ക് മാസ്റ്റർ കാർഡ് ട്രാവൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. തുറന്നു വരുന്ന മെമ്പർഷിപ്പ് എന്നുള്ള പേജിൽ മെമ്പർഷിപ്പ് നമ്പർ കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിക്കൊണ്ട് ഏത് കാർഡാണ് യൂസ് ചെയ്തെന്നുള്ളത് കാണാൻ വേണ്ടി കാർഡിൻ്റെ അവസാന 4 അക്കം നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കാണുന്ന വി ഓൾ മെമ്പർഷിപ്പ് ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന മെമ്പർഷിപ്പ് എന്നുള്ള പേജിൽ മെമ്പർഷിപ്പ് നമ്പറിൻ്റെ നേരെ ആയിക്കൊണ്ട് അപ്ഡേറ്റ് എന്ന് കാണാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കാർഡ് എക്സ്പയർ ആവുകയോ അതിന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണുന്ന അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാർഡ് ഡീറ്റെയിൽസ് പുതുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ നമുക്ക് ഒന്നിലധികം എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകൾ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ടിഗ്മോയുടെ കാർഡാണ്. ഈ കാർഡ് ഉപയോഗിച്ചാൽ സൗദി അറേബ്യയിൽ ജിദ്ദയിലെ നോർത്ത് എയർപോർട്ടിൽ മാത്രമാണ് ഇപ്പോൾ ലോഞ്ച് ആക്സസ് ലഭിക്കുന്നത്. എന്നാൽ നിയോയുടെ കാർഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിദ്ദയിലെ ടെർമിനൽ 1 എയർപോർട്ടിലും അതുപോലെ തന്നെ റിയാദ്, ദമ്മാം, മദീന പോലുള്ള എയർപോർട്ടിലെല്ലാം തന്നെ ലോഞ്ച് ആക്സസ് ലഭിക്കുന്നുണ്ട്. നിയോ കാർഡ് മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഈ കാർഡിൻ്റെ താഴെ കാണുന്ന ആഡ് മെമ്പർഷിപ്പ് എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അതിന് മുമ്പായിക്കൊണ്ട് നമ്മൾ നിയോ ആപ്ലിക്കേഷനിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് നിയോ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഞാനിപ്പോൾ നിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിയോ കാർഡ് മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 റിയാലെങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് കാണാൻ വേണ്ടി ബാലൻസിൻ്റെ നേരെ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ഇനി അത് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിയോ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി മുകളിൽ തന്നെ കാണുന്ന ആഡ് ഓർ റിക്വസ്റ്റ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന പോപ്പ് ബോക്സിൽ നിയോ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ഐബ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് പണം ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിച്ചിട്ടുള്ള ഐബ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റിൽ നിന്നോ ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവുന്നതാണ്. ബർക്ക് പോലെ ഡിജിറ്റൽ വാലറ്റിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത് തികച്ചും സൗജന്യമാണ്. മറ്റു ഡിജിറ്റൽ വാലറ്റുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 5 റിയാലും 75 ഹലാലയും ഫീ ഈടാക്കാറുണ്ട്. ബാങ്കിൽ നിന്നാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 0.57 ഒക്കെയാണ് ചാർജ് ഈടാക്കാറുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ് മണി എന്നുള്ളതാണ്. നിയോ ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള തുക റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിയോ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ കാർഡ് ഡെപ്പോസിറ്റ് ആണ്. എന്നാൽ ഈ ഓപ്ഷൻ ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല. ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിയോ കാർഡിലേക്ക് പണം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അധികം വൈകാതെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിയോ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാം. പണം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന സൗദി റിയാൽ USDയിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ബാലൻസിൻ്റെ മുകളിൽ കാണുന്ന ഓൾ അക്കൗണ്ട്സിൻ്റെ നേരെയുള്ള ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന പോപ്പ് ബോക്സിൽ സൗദി റിയാൽ, US ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, എമിറേറ്റി ദിർഹം എന്നിങ്ങനെല്ലാം കാണാൻ സാധിക്കും. ഈ അക്കൗണ്ട്സ് എല്ലാം തന്നെ നിയോയിൽ ലഭ്യമായിട്ടുണ്ട്. ട്രാവൽ പാസ് ആപ്ലിക്കേഷനിൽ നിയോയുടെ കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ US ഡോളർ എന്ന ഭാഗത്തേക്ക് 0.5 USD ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്. US ഡോളറിലേക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി ഹോം സ്ക്രീനിൽ തന്നെ കാണുന്ന എക്സ്ചേഞ്ച് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ട്രാൻസ്ഫർ ടു എന്നുള്ള പോപ്പ് ബോക്സിൽ US ഡോളർ എന്ന് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന മേക്ക് എ ട്രാൻസ്ഫർ എന്നുള്ള പേജിൽ ഫ്രം എന്നുള്ള ഭാഗത്ത് നമ്മുടെ സൗദി റിയാൽ അക്കൗണ്ട് കാണാവുന്നതാണ്. അതിൽ ബാലൻസ് കാണാം. 2 എന്നുള്ള ഭാഗത്ത് US ഡോളർ എന്നുള്ളതിൽ 0 ആണ് കാണിക്കുന്നത്.
അതിലേക്ക് നമുക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി താഴെ USDയുടെ നേരെ 0.5 എൻ്റർ ചെയ്യാം. 0.5 ആണ് നമുക്ക് ആവശ്യമെങ്കിലും ഞാനിവിടെ $1 ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി 1 എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിനാവശ്യമായി വരുന്ന സൗദി റിയാൽ മുകളിൽ കാണിക്കുന്നതാണ്. 3.75 റിയാലാണ് $1 വേണ്ടത്. ഇത്രയും തുക നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഒരു US ഡോളർ എന്നുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ശേഷം ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഒരു റിയാലിൻ്റെ മുകളിലേക്കായി എന്ന് കരുതി വിഷയമൊന്നുമില്ല. പക്ഷേ 0.5 USD എങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ എന്നുള്ള റിവ്യൂ ട്രാൻസ്ഫർ എന്നുള്ള പേജിൽ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കൺഫേം ആൻഡ് ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി OTP ലഭിക്കുന്നതാണ്. OTP എൻ്റർ ചെയ്താൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതായി കാണാം. ഇപ്പോൾ നമ്മൾ സൗദി റിയാൽ അക്കൗണ്ടിൽ നിന്നും US ഡോളർ അക്കൗണ്ടിലേക്ക് പണം ആഡ് ചെയ്തിട്ടുണ്ട്. നിയോ വാലറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ ആ ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി US ഡോളറിൽ പണം ആഡായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ബാലൻസിന് മുകളിൽ കാണുന്ന ഓൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യാം. തുറന്നിരുന്ന പോപ്പ് ബോക്സിൽ US ഡോളറിൻ്റെ നേരെ 1 USD എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതായത് പണം ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് നിയോയുടെ കാർഡ് മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ നിയോ കാർഡ് എടുക്കാം. ആ കാർഡിൽ കാണുന്ന നമ്പറും കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും CV നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷനിൽ കാർഡ് ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ്റെ താഴെ ആയിക്കൊണ്ട് കാർഡ്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. തുറന്നിരുന്ന മൈ കാർഡ്സിൽ നമ്മുടെ കാർഡ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന വ്യൂ കാർഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കാർഡ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. കാർഡ് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി ഫോണിലേക്ക് OTP ലഭിക്കുന്നതാണ്. ഫോണിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്താൽ ഇവിടെ തന്നെ കാർഡ് ഡീറ്റെയിൽസ് കാർഡിന് മുകളിൽ വരുന്നതായി കാണാൻ സാധിക്കും. ശേഷം ട്രാവൽ പാസ് ആപ്ലിക്കേഷനിൽ ഈ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് നമുക്ക് കാർഡ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വീണ്ടും ട്രാവൽ പാസ് ആപ്ലിക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നിയോ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന ആഡ് ആൻഡ് ന്യൂ മെമ്പർഷിപ്പ് കാർഡ് എന്നുള്ള പേജിൽ മാസ്റ്റർ കാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ നിയോ കാർഡിൻ്റെ 16 അക്ക നമ്പർ എൻ്റർ ചെയ്യുക. അതുപോലെ എക്സ്പയർ ഡേറ്റ് എന്നുള്ള ഭാഗത്ത് എക്സ്പയർ ആകുന്ന മന്ത് ഇയർ എന്നിവ ടൈപ്പ് ചെയ്ത് നൽകുക. CVC എന്നുള്ള ഭാഗത്ത് കാർഡിൽ കാണുന്ന CV നമ്പറും എൻ്റർ ചെയ്യാം. കൺട്രി ഓഫ് ഇഷ്യൂൻസ് എന്നുള്ള ഭാഗത്ത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും സൗദി അറേബ്യ എന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കാം. ഇത്ര ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കാർഡ് ആഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിയോയുടെ USD വാലറ്റിൽ 0.5 US ഡോളറെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നിയോ വാലറ്റിൽ നിന്നും 0.5 USD കട്ടാവുന്നതാണ്. അതിനുശേഷം അല്പസമയം കഴിയുമ്പോൾ ആ 0.5 USD നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിയോ വാലറ്റിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓണാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശേഷം അല്പസമയത്തിനകം തന്നെ ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ റീഫ്രഷ് ആയി വരുന്നതാണ്. അതിനുശേഷം വരുന്ന പോപ്പ് ബോക്സിൽ നമ്മൾ അടുത്തുള്ള എയർപോർട്ട് ഓട്ടോമാറ്റിക്കായി കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ പേജിൻ്റെ താഴെ ലോഞ്ചസ് എന്നുള്ളതിൽ വി വോൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്തുള്ള ലോഞ്ച് ആക്സസ് ഉള്ള എയർപോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ജിദ്ദയിലായതുകൊണ്ട് ഇവിടെ പ്ലാസ പ്രീമിയം ലോഞ്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ വെൽക്കം ലോഞ്ച് ഇൻ്റർനാഷണൽ കാണിക്കുന്നുണ്ട്. ഈ കാണിച്ചിട്ടുള്ള രണ്ടും ടെർമിനൽ 1-ലാണ്, അതായത് പുതിയ എയർപോർട്ടിലാണ്. താഴെ കാണുന്ന ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് എന്നുള്ളത് പഴയ എയർപോർട്ടിലെ ലോഞ്ച് ആക്സസ് ആണ്. ടിക്മോയുടെ കാർഡ് മാത്രം ആഡ് ചെയ്തവർക്ക് ഈ താഴെ കാണുന്ന ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നിയോ കാർഡ് ആഡ് ചെയ്തവർക്ക് പ്ലാസ പ്രീമിയം ലോഞ്ചും വെൽക്കം ലോഞ്ച് ഇൻ്റർനാഷണൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ റിയാദുള്ളവർക്കും ദമ്മാമുള്ളവർക്കും അവരുടെ ലോഞ്ച് ആക്സസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ലോഞ്ചിൽ പ്രവേശിക്കാൻ വേണ്ടി നാം കയറാൻ ഉദ്ദേശിക്കുന്ന ലോഞ്ച് സർവീസ് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ പ്രത്യേകതകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. പ്ലാസ പ്രീമിയം ലോഞ്ചിൽ മാക്സിമം 2 മണിക്കൂറാണ് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 2 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയി പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ശേഷം താഴെ കാണുന്ന ലോഞ്ച് ആക്സസ് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ നമ്മുടെ ഡ്രാഗൺ പാസ് മെമ്പർഷിപ്പ് നമ്പർ കാണാൻ സാധിക്കും. ആ പേജിൻ്റെ മുകളിലായിക്കൊണ്ട് ലോഞ്ച് എന്ന് കാണാവുന്നതാണ്. ആദ്യം ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കാർഡ് ഹോൾഡറിൻ്റെ താഴെ അൺലിമിറ്റഡ് എന്ന് കാണാം. അതായത് ഈ കാർഡിൻ്റെ ഉടമസ്ഥന് അൺലിമിറ്റഡായി ലോഞ്ച് ആക്സസ് ലഭിക്കുന്നതാണ്. മറ്റൊരാൾക്ക്, അതായത് കാർഡില്ലാത്ത ഒരാൾക്ക് ലോഞ്ച് കയറണമെന്നുണ്ടെങ്കിൽ $32 ആവശ്യമായി വരുന്നതാണ്. ലോഞ്ച് കയറുന്ന സമയത്ത് ഇവിടെ കാണുന്ന എൻ്റർ ലോഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഞ്ചിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ രീതിയിൽ നിയോ കാർഡ് മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നിയോ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു പോകാം. ട്രാവൽ പാസ് ആപ്ലിക്കേഷനിൽ നിയോയുടെ മാസ്റ്റർ കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോഴേക്കും വെരിഫിക്കേഷന് വേണ്ടി ഡെബിറ്റ് ആയിട്ടുള്ള 0.5 USD തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്നതാണ്. ബാലൻസിന് മുകളിൽ കാണുന്ന ഓൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്താൽ US ഡോളറിന് നേരെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തുള്ള അതേ സംഖ്യ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ആഡ് ചെയ്യുന്നത് $1 ആയിരുന്നു. അത് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ US ഡോളർ തിരിച്ച് സൗദി റിയാലിലേക്ക് തന്നെ മാറ്റാവുന്നതാണ്. അതിനുവേണ്ടി ഈ പോപ്പ് ബോക്സിൽ നിന്നും US ഡോളർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസിൽ US ഡോളറാണ് കാണിക്കുന്നത്. 1 USD കാണിക്കുന്നുണ്ട്. ഇത് സൗദി റിയാലിലേക്ക് മാറ്റാൻ വേണ്ടി
താഴെ കാണുന്ന എക്സ്ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ട്രാൻസ്ഫർ ടു എന്നുള്ള പേജിൽ സൗദി റിയാൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം കാണുന്ന മേക്ക് എ ട്രാൻസ്ഫർ എന്നുള്ള പേജിൽ ഫ്രം എന്നുള്ള ഭാഗത്ത് $US കാണാൻ സാധിക്കും. അതിലുള്ള ബാലൻസും കാണുന്നുണ്ട്. ടു എന്നുള്ള ഭാഗത്ത് സൗദി റിയാൽ കാണാവുന്നതാണ്. അതിനുശേഷം USD എന്നുള്ള ഭാഗത്ത് നമ്മുടെ അക്കൗണ്ടിലുള്ള നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട തുക എൻ്റർ ചെയ്യാം. $1 ആണ് അക്കൗണ്ടിലുള്ളത്. ഞാനത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ലഭിക്കുന്ന സൗദി റിയാൽ താഴെ കാണാവുന്നതാണ്. ശേഷം ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി കൺഫർമേഷൻ പേജ് വരുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണുന്ന കൺഫേം ആയ ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ വെരിഫിക്കേഷന് വേണ്ടി OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP എൻ്റർ ചെയ്താൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതായി കാണാം. തുറന്നു വരുന്ന ട്രാൻസ്ഫർ ഡൺ എന്നുള്ള പേജിൽ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ ഈ രീതിയിൽ ട്രാവൽ പാസ് ആപ്ലിക്കേഷനിൽ കാർഡ് ആഡ് ചെയ്തതിന് ശേഷം USD സൗദി റിയാലിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആളുകൾ ചാനൽ ഫോളോ ചെയ്യുക. ഇതുവരെ ന്യൂ രജിസ്റ്റർ ചെയ്യാത്തവർ ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള റഫറൽ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ റഫറൽ കോഡ് വഴിയോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 റിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.